ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? മഴ ഉണ്ടോ നാട്ടിൽ? ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ. ഭയങ്കര മഴ. നമ്മൾ ഇതൊട്ട് ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ ഈ വീഡിയോ. എന്താ വെച്ചാൽ ഇങ്ങനെ അടുക്കളയിൽ ഇരുന്നിട്ട് ഞാൻ വീഡിയോ എടുക്കൽ. ഇതിപ്പോൾ പുറത്ത് ഇരിക്കുന്നത്. അത് മാത്രമല്ല ഇവിടെ ഷീറ്റ് കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒട്ടും കറണ്ടില്ല, വെളിച്ചമില്ല, ഒന്നുമില്ല, വളരെ കുറവാണ്. പിന്നെ നമ്മളൊക്കെ താമസിക്കുന്നത് ഇവിടെ വയനാടാണ് കേട്ടോ. ഞാൻ ചൂരൽമലേൻ്റെ എല്ലാം ഒരു ഏകദേശം അടുത്തായിട്ട് വരും. ഭയങ്കര മഴയാണ് ഇവിടെ. എൻ്റെ തമ്പനയിൽ നിങ്ങൾ കണ്ടോ? അത് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു കിലോമീറ്റർ ഇല്ല, ഒരു 1/2 കിലോമീറ്റർ നടക്കാറിയുള്ളൂ. പിന്നെ അടുത്താണ് കേട്ടോ. മെനഞ്ഞാന്ന് നടന്നതാണ്. എന്താ ചെയ്യല്ലേ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണ് പറയുന്നത് നിൽക്കുന്നത്, വേറെ ഒന്നുമില്ല. പക്ഷെ നമുക്ക് പേഴ്സണലി വലിയ അറിയില്ല. അവർ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നതാണ്. ഒരു സ്ഥലം ഇവിടെ തന്നെ, വേറൊരു സ്ഥലമാനത്തോടെ അങ്ങോട്ടാണ്. അപ്പോൾ ഭയങ്കര വിഷമം ഇത് കേട്ടപ്പോൾ. പിന്നെ ഇവിടെ നിൽക്കുക കാണാൻ പോയിട്ടുണ്ടായി. കൊല നടന്ന അപ്പം തന്നെ ഒരു 2 മണിക്കൂറായിട്ടുണ്ട്. പോകുമ്പോഴെല്ലാം അവളുടെ പോലും മുറ്റത്താണ് കിടക്കുന്നതെന്ന്. പോകുന്ന വഴി മൊത്തം മുടിയാണ് അത്ര. ഈ പെണ്ണിൻ്റെ മുടിയാണ് പോലും. മുടി വെച്ചാൽ ഫുള്ള് വലിച്ചിട്ട് ഇവൻ ഓടുന്ന ഓട്ടത്തിൽ മുടി കയ്യിൽ കുടുങ്ങിയപ്പോൾ വലിച്ച് ചാടിയതായിട്ടാണ്. കുട്ടീനെ കൊണ്ടുപോയി എന്ന് പറയുന്നത്. അവളെ ചേച്ചി പറയുന്നത് കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ അതുകൊണ്ട് കുട്ടീനെ കൂട്ടിപ്പോയതാണെന്ന് പറയുന്നത്. പിന്നെ പറയാൻ അങ്ങനത്തെ കാറ്റും മഴയാണ്. ഒന്നിനെ കൊന്നാൽ പോലും അടുത്തുള്ളവർ പോലും അറിയില്ല. അങ്ങനത്തെ ഒരു കാറ്റും മഴയാണ് ഇവിടെ. ഭയങ്കര കാറ്റും മഴയും. പിന്നെ അത് കാരണം ഭയങ്കര ഒരു വിഷമത്തിലായിരുന്നു നമ്മൾ 2 ദിവസം. എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് പേടിച്ചിട്ട് അവനെ കിട്ടിയില്ല എന്ന് പറഞ്ഞില്ലേ. അന്ന് പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ പോലും. നമ്മൾ ബാത്റൂമൊക്കെ പുറത്താണ്. കറണ്ടും ഇല്ലല്ലോ, നമുക്ക് പുറത്ത് പോലും ഇറങ്ങിയിട്ടില്ല നമ്മൾ പേടിച്ചിട്ട്. എന്താണെന്ന് വെച്ചാൽ കാരണം പ്രതി ഓടുന്നോട്ടത്തിന് എവിടെയും കയറി ഒളിച്ചാലോ എന്ന പേടി. പിന്നെ കുടുംബ പ്രശ്നം കാരണം പോലും അങ്ങനെ ചെയ്തതെന്ന് പറയുന്നു. അവൻ പറയുന്നത് എൻ്റെ ലൈഫും നശിപ്പിച്ചു, പിന്നെ വേറൊരു ലൈഫ് തേടി പോകാൻ നോക്കി, അങ്ങനെയാണ് ഞാനിങ്ങനെ ചെയ്ത, എൻ്റെ എല്ലാ സ്വത്തുവകളും നശിച്ചു എന്നൊക്കെ പറയുന്നത്. പിന്നെ ഓളെന്ന് പറയുമ്പോൾ ഭർത്താവ് അല്ലല്ലോ, ഭർത്താവ് വേറെ ഉണ്ടല്ലോ. ഭർത്താവ് വേറെ ഉണ്ട്. ഇപ്പം അങ്ങനെ ഒരു ഇഷ്ടം ഇപ്പമല്ല, അങ്ങനെയല്ലേ ഓരോരുത്തരും അല്ലെങ്കിൽ ബാല്യക്കാരത്തെ പെൺകുട്ടികളെയും കൂട്ടി എന്ത് ധൈര്യത്തിലാണ് പോവുക നമ്മളങ്ങനെ? നമുക്ക് പോകാൻ കഴിയുമോ? ബാല്യക്കാരത്തെ പെൺകുട്ടികളും കൂട്ടി വേറൊരുത്തന്നെ ഇപ്പം നമുക്ക് പോകാൻ കഴിയില്ല. ഇതിപ്പോൾ അങ്ങനെ പോയതാണ്. എന്തൊക്കെ ചെയ്യല്ലേ, ഓരോരോ അവസ്ഥ. ഇരന്ന് വാങ്ങിയെന്ന് വേണമെങ്കിൽ പറയുകയില്ല. ഇതൊരിക്കലും ഓട്ടോമാറ്റിക് വന്നു ചേർന്ന ഒരു സംഭവമല്ല ഇത്. നമുക്ക് ദയ തോന്നാൻ, ഈ കാര്യം അറിഞ്ഞാൽ പിന്നെ ഒരു ദയ ഇല്ല മനസ്സിൽ. കാരണം തിരന്ന് വാങ്ങിയ ഒന്നാണ്, തിരന്ന് വാങ്ങിയ ആപത്താണിത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്താക്കാനും വിധിയല്ല. അതെന്ത് പറയാനാ? കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, കുട്ടീനെല്ലാം കിട്ടി. മൂത്ത കുട്ടി ഇവിടെ ഹോസ്പിറ്റലിലുണ്ട് പോലും. പിന്നെ ഓളെ വിധി അതായിപ്പോയി. പക്ഷെ തലയൊക്കെ കൊത്തി പൊളിച്ചിന് പോലും, കഴിയുന്നില്ല. ഓടുന്ന ഓട്ടത്തിൽ ഇവൾ മാക്സിമം രക്ഷപ്പെടാൻ നോക്കിയെന്നും തോന്നുന്നു. ആ ഒരു മിക്ക പറയുന്ന ഒരു 3-4 മണിക്കൂറത്തെ പിടിയും വലിയ അവിടെ കഴിഞ്ഞതിന് ശേഷം ഇരിക്കും കൊല നടന്നിട്ടുണ്ടാവും. അത്രയും അക്രമം വീട്ടിനുള്ളിൽ നടന്നിട്ടുണ്ട്. ഇങ്ങനത്തെ കാറ്റും മഴയല്ല. പിന്നെ ഒരു താമസിക്കുന്നത് വയലിൻ്റെ കരക്കുള്ളൊരു വീടാണ്, എനിക്കറിയുന്നുണ്ട്. പിന്നെ വീടിന് ചുറ്റിനും ഫുള്ള് കാപ്പിത്തോട്ടാണ്. മുന്നിൽ വലിയ വയലും ബാക്കി പുറകു വശം സൈഡ് വശമൊക്കെ കാപ്പിത്തോട്ടമാണ്. ഭയങ്കര മഴയാണ് മക്കളെ, ഭയങ്കര മഴ, നിൽക്കാത്ത മഴ. എല്ലാം കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വരുമെന്നൊന്നും അറിയില്ല. ആ സൈസ് മഴയാണ്. കുറച്ചും കാത്തിട്ടല്ലായിരുന്നു.